മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്ന തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയ പിഴവ് സംബന്ധിച്ച വാർത്ത. സുമയ ഇന്ന് ഗുരുതരമായ പല കാര്യങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഡോക്ടർ പണം വാങ്ങി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷമാണ് ഈ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഗുരുതര അനാസ്ഥ വന്ന് വീണ്ടും ദുരിതത്തിൽ കഴിയേണ്ടി വരുന്നത് ആ യുവതിക്ക്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ടിപ്പോൾ ഡോക്ടറിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഡോക്ടർ രാജീവ് കുമാർ അലക്ഷ്യമായാണ് ഇടപെട്ടത് എന്നും ശസ്ത്രക്രിയയെ ഗൗരവമായി എടുത്തില്ല എന്നുമാണ് ഈ എഫ്ഐആറിൽ പറയുന്നത്. കേസെടുക്കും മുൻപ് പോലീസ് സുമയ്യയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. വീഴ്ച വരുത്തിയത് ആരാണെങ്കിലും കർശന നടപടി ഉണ്ടാകുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. സുമയ്യയുടെ ശസ്ത്രക്രിയയിലുണ്ടായ പിഴവ് സംബന്ധിച്ച മാതൃഭൂമി ന്യൂസ് വാർത്ത പുറത്തുവന്ന 3-ാം ദിവസം പോലീസ് വിഷയത്തിൽ കേസെടുത്തു. IPC വകുപ്പുകൾ പ്രകാരമാണ് കേസ്. 336, 338 എന്നീ ജീവഹാനി ഉണ്ടാക്കും വിധമുള്ള ഇടപെടൽ എന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്ന് കണ്ടോൺമെന്റ് പോലീസ് സുമയ്യയുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. അലക്ഷ്യമായ വിധത്തിലാണ് ഡോക്ടർ ശസ്ത്രക്രിയ സമയത്ത് ഇടപെട്ടത് എന്ന് FIRൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഡോക്ടറിനെയാണ് ഞാൻ സർജറി ചെയ്തതും കാണിച്ചതിൽ. എനിക്ക് ഈ ഡോക്ടറാണ് എൻ്റെ മുന്നിൽ, ഈ ഡോക്ടർ തന്നെയാണ് തെറ്റുകാരൻ. ശസ്ത്രക്രിയയിൽ പിഴവ് വരുത്തിയവർക്കെതിരെ കർശന നടപടി വേണമെന്നാവശ്യപ്പെട്ട ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ ഇന്ന് സുമയ്യയും കുടുംബവും പ്രതിഷേധിച്ചിരുന്നു. പ്രതിഷേധത്തിനൊടുവിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഇവരുമായി ചർച്ച നടത്തി. ചർച്ചയിൽ ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. ഗൈഡ് വെയർ ഉള്ളിൽ കടങ്ങിയത് ഇവിടെയല്ല, പുറത്ത് കൊണ്ടുപോയാൽ അത് എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തു തരും, എടുക്കാൻ പറ്റിയില്ല എങ്കിൽ എനിക്ക് അതിനുള്ള നഷ്ടപരിഹാരം തരും. പിന്നെ ഈ ഡോക്ടറിന് മേലെ നടപടിയെടുക്കും. ഉത്തരവാദികളായിട്ടുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കും. അത് കർശനമായിട്ടുള്ള നടപടിയായിരിക്കും. 4 ദിവസത്തെ സമയപരിധിയാണ് പ്രശ്നപരിഹാരത്തിനായി ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ചോദിച്ചിരിക്കുന്നത്. അതിനുശേഷവും നടപടി ഉണ്ടായില്ല എങ്കിൽ വീണ്ടും സമരത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് സുമയ്യയുടെയും കുടുംബത്തിൻ്റെയും തീരുമാനം. അമൽത്തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.